പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ മോഡ്യൂൾ 4 ഇൻലാൻഡ് ബ്രാഞ്ച് അക്കൗണ്ടിങ് അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് വി സ്റ്റാർട്ട്. ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് what are the learning objectives of this module. So the learning objectives of this module are meaning and definition of a branch, methods of keeping accounts of branches, രണ്ട് ടൈപ്പിലുള്ള അക്കൗണ്ട് കീപ്പിംഗ് മെത്തേഡുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, ദെൻ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം അണ്ടർ cost price and invoice price, then incorporation of trial balance in the books of head office, then finally the preparation of consolidated accounts of the branches and the head office. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു മോഡ്യൂളിൽ നമ്മൾ ലേൺ ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നുകൂടി ദ ഇമ്പോർട്ടൻ്റ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്: meaning and definition of a branch, methods of keeping accounts of branches, especially debtor system, stock and debtor system under cost price and invoice price method, then incorporation of branch trial balance in the books of head office, then preparation of consolidated accounts. Then moving to the meaning of a branch. What do you mean by a branch? With a view to increase sales, business concern often split their business into various parts or divisions. If the various parts or divisions are located in different parts of the same city or different cities of the same country or different countries, these are known as branches. So branches may be broadly classified into two: inland branch and foreign branches. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബിസിനസ് വളരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സെയിൽസ് ഒക്കെ കൂട്ടുന്നതിന് വേണ്ടി അവർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഒരു സിറ്റിയുടെ പല ഭാഗങ്ങളിലോ അവരുടെ ബിസിനസ്സിൻ്റെ ഓരോ യൂണിറ്റ് തുടങ്ങുകയോ അല്ലെങ്കിൽ യൂണിറ്റ് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഓരോ യൂണിറ്റുകളെ, അത് ചിലപ്പോൾ ഒരു സിറ്റിയിൽ തന്നെ ആവാം, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ പല സ്റ്റേറ്റുകളിലാവാം, അതും അല്ലെങ്കിൽ പല കൺട്രീസിലും ആവാം. സോ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു ഡിവിഷൻസിനെയാണ് നമ്മൾ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഇത് ബ്രാഞ്ച് പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് ഇൻലാൻഡ് ബ്രാഞ്ചസ് എന്നും പറയും, ദെൻ ഫോറിൻ ബ്രാഞ്ചസ്. ഇൻലാൻഡ് ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചസ് വിതിൻ ദ കൺട്രിയുടെ ഉള്ളിൽ, അതായത് ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ട് അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഉണ്ടാവും. അതിനാണ് ഇൻലാൻഡ് ബ്രാഞ്ചസ് എന്ന് പറയുക. അതേസമയം മറ്റ് രാജ്യങ്ങളിലൊക്കെ ആണ് ഇതിൻ്റെ ബ്രാഞ്ചുകൾ വ്യാപിച്ച് കിടക്കുന്നത് എങ്കിൽ അതിനെ ഫോറിൻ ബ്രാഞ്ച് എന്നും കൂടി പറയും. രണ്ട് തരത്തിലാണ് സാധാരണഗതിയിൽ ഉള്ളത്. Now moving on to the definition of a branch. According to Indian Companies Act 2013, defines a branch as any establishment carrying on either the same or substantially the same activity as that carried on by the head office of the company. Any establishment carrying on either the same or substantially the same activity as that carried on by the head office of the company. എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതേ ബിസിനസ്സോ അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ചിട്ടുള്ള ബിസിനസ്സോ, അല്ല അത്രയും സെയിം ആയിട്ടുള്ള ബിസിനസ്സോ നടത്തുന്ന ഹെഡ് ഓഫീസിൻ്റെ കൺട്രോളിലുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള ഒരു ബിസിനസ് യൂണിറ്റ് അല്ലെങ്കിൽ ഡിവിഷൻസിനെയാണ് സാധാരണഗതിയിൽ നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുന്നത്.
according to Indian Companies Act of 2013. In short, we can say a branch is an extension or subdivision of a large business organization. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ഒരു സ്ഥാപനത്തിൻ്റെ ചെറിയൊരു വിഭാഗം അല്ലെങ്കിൽ ചെറിയൊരു ഡിവിഷൻ ആണ് ഈ പറഞ്ഞ ബ്രാഞ്ച് എന്ന് പറയുന്നത്. നത്തിങ് ബട്ട് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എ ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ. അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. Then now let us see the features of a branch. Branches are units physically segregated from the head office. First one, branches are units physically segregated from the head office. Head office ൽ നിന്ന് ഫിസിക്കലായിട്ട് ഭൗതികമായിട്ട് വിട്ടു നിൽക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിരിക്കും ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത്. യൂഷ്വലി ദർ വിൽ ബി ഓൺലി വൺ ബ്രാഞ്ച് അറ്റ് വൺ പ്ലേസ്. സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിന് ഒരു സ്ഥലത്ത് ഒരു ബ്രാഞ്ചേ ഉണ്ടാവാറുള്ളൂ. അതേസമയം മെട്രോപൊളിറ്റൻ സിറ്റികൾ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ 2-3 ബ്രാഞ്ചൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നോർമൽ കേസിൽ ഒരു ബ്രാഞ്ച് ഒരു സ്ഥലത്ത് മാത്രം, ഓൺലി വൺ ബ്രാഞ്ച് അറ്റ് വൺ പ്ലേസ് എന്നാണ്. ഓൾമോസ്റ്റ് ഓൾ ബ്രാഞ്ചസ് ഡീൽ ഇൻ ദ സെയിം ടൈപ്പ് ഓഫ് ഗുഡ്സ് ഓർ സെയിം ലൈൻ ഓഫ് ആക്ടിവിറ്റി. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്, ഏകദേശം എല്ലാ ബ്രാഞ്ചസും ഒരേ തരത്തിലുള്ള ലൈൻ ഓഫ് ആക്ടിവിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഗുഡ്സ് ആയിരിക്കും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റി ആയിരിക്കും. ചിലപ്പോൾ സ്ലൈറ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാം. എനിവേ almost all branches deal in the same type of goods or same line of activity. That is another important features of branch accounting or branches. Then capital investment for the branches are made by head office. Head office is the prime investor of the branches. Branch തുടങ്ങാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട പണവും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ആയിരിക്കും. The entire profit, another important feature, the entire profit of the branches goes to the head office because it's a division. Means branch is a division of a head office. This is why the entire profit of a branch goes to the head office. These are the important features of a branch. Now let us see the objectives of branch accounting. The main objective of branch accounting is to know the profit or loss of each branch separately. This is the prime objectives of branch accounting. In order to know the profit earned by a separate branch accounting is used to find out the profit, whether that particular branch making profit or not. So in order to find out the profit or loss, branch accounting is used. This is the important objectives of branch accounting. Then another important objectives of branch accounting is to compare the performance of one branch with that of another branch. Or which branch make the most higher profit or not, which branch causes the loss. So in order to compare the performance between the branches, branch accounting is used. That is another important objectives. And to ascertain the financial position of each branch on a particular date, branch accounting is used. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഡേറ്റിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Then to calculate the amount of commission payable to managers on the basis of profit earned. അതായത് ഓരോ ബ്രാഞ്ചും ഇപ്പം ചില എന്താ പറയുക സ്ഥാപനങ്ങളിലൊക്കെ ബ്രാഞ്ചിലെ പെർഫോമൻസ് അനുസരിച്ചിട്ട് മാനേജേഴ്സിന് കമ്മീഷനൊക്കെ കൊടുക്കാറുണ്ട്. അതായത് ആ പർട്ടിക്കുലർ ഈ ബ്രാഞ്ച് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് എന്നുള്ള രീതിയിൽ മാത്രമല്ല, മറ്റേതൊരു സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ച് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ബ്രാഞ്ചിലൊക്കെ ഉള്ള മാനേജേഴ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് കമ്മീഷനൊക്കെ സാധാരണഗതിയിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദി സെയിൽസ് വോളിയം. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മളുടെ പ്രോഫിറ്റ്
കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ പ്രോഫിറ്റിൻ്റെ ബേസിലായിരിക്കും മാനേജേഴ്സിനൊക്കെ കമ്മീഷനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. These are the important objectives of branch accounting. And coming to the side of more about the objectives of branch accounting, to ascertain the profitability of each branch and type of business for expansion of business. So profitability, ഓരോ ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റബിലിറ്റി കണ്ടെത്തുകയും ഏത് തരത്തിലുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ സിമിലർ ടൈപ്പ് ഓഫ് ബിസിനസ് എന്നൊക്കെയാണ് നേരത്തെ നമ്മൾ ബ്രാഞ്ചിൻ്റെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് എന്താ പറയുക കോൺട്രാക്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബ്രാഞ്ച് അക്കൗണ്ടിങ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ടു ഗീവ് കോൺസെൻട്രേറ്റ് സജഷൻ ഫോർ ദി ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദി വർക്കിംഗ് ഓഫ് വേരിയസ് ബ്രാഞ്ചസ്. പല ഈ ഫിനാൻഷ്യൽ കണ്ടീഷനിലായാലും മറ്റുള്ള രീതിയിലാണെങ്കിലും ഏതൊക്കെ സജഷൻസ് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ബ്രാഞ്ച് ഇംപ്രൂവ്മെൻറ്റ് നടത്താൻ വേണ്ടി പറ്റും എന്നതിനെക്കുറിച്ചൊരു ഐഡിയ നൽകാൻ വേണ്ടിയിട്ടും ബ്രാഞ്ച് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ടു മീറ്റ് ദി സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്, another important objective, to meet the statutory requirements, branch accounting is compulsory because to meet the statutory as requirements as to audit of the accounts of all branches of a company. അപ്പോൾ എല്ലാ ബ്രാഞ്ചസിൻ്റെയും ഓഡിറ്റ് is a statutory one. This is why we have to maintain branch accounting. We have to maintain the books of accounts of particular branches, or each and every branches we have to keep books of accounts. For that purpose we are using branch accounting in order to meet the statutory requirements. Another important objective. Now let us see the difference between branches and departments. Branches are units physically segregated from the main office called head office, whereas in the case of departments operate along with the main office in the same building. ബ്രാഞ്ച് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഹെഡ് ഓഫീസിൽ നിന്നും വിട്ടിട്ട് പല പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ഫിസിക്കലി സെഗ്രിഗേറ്റഡ് ആണത്, പല സ്ഥലത്തായിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതേസമയം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ആ മെയിൻ ഓഫീസിൻ്റെ സെയിം ബിൽഡിങ്ങിൽ തന്നെ പല പല സെക്ഷൻസ് ആയിട്ട് ഉള്ളതാണ് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ബ്രാഞ്ചസ് പെർഫോം ദ സെയിം ഓർ സബ്സ്റ്റാൻഷ്യലി സെയിം ആക്ടിവിറ്റി ആസ് ദാറ്റ് ഓഫ് ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് ചെയ്യുന്ന ബിസിനസ് എന്താണോ അല്ലെങ്കിൽ അതുമായിട്ട് ഏറ്റവും സാമ്യമുള്ള ബിസിനസ് ആയിരിക്കും നമ്മുടെ ബ്രാഞ്ചസ് എല്ലാം തന്നെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ദെൻ ഡിപ്പാർട്ട്മെന്റ്സ് ക്യാരി ഡിഫറെൻ്റ് ലൈൻ ഓഫ് ആക്ടിവിറ്റി, മീൻസ് ടു ഡിപ്പാർട്ട്മെന്റ് ഡു നോട്ട് ഹാവ് ദ സെയിം ലൈൻ ഓഫ് ട്രേഡ്. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോ ഡിപ്പാർട്ട്മെന്റും ക്യാരി ചെയ്യുന്ന ലൈൻ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ സെയിം ലൈൻ ഓഫ് ട്രേഡ് ചെയ്യില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പർട്ടിക്കുലർ എന്താ പറയുക ഗുഡ്സാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു ഗുഡ്സ് ആയിരിക്കും ഡീൽ ചെയ്യുക. അതേസമയം ബ്രാഞ്ചിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, സെയിം ആക്ടിവിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സബ്സ്റ്റാൻഷ്യലി സെയിം ആക്ടിവിറ്റി ആയിരിക്കും. ദെൻ ബ്രാഞ്ചസ് ആർ ഓപ്പൺഡ് ടു ഇൻക്രീസ് സെയിൽസ്. ബ്രാഞ്ചസ് സാധാരണഗതിയിൽ ഓപ്പൺ ചെയ്യുന്നത് അവരുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. whereas in the case of departments are opened to increase efficiency. ബിസിനസ്സിൻ്റെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് സാധാരണഗതിയിൽ ഓപ്പൺ ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ സെയിം ബിൽഡിങ്ങിൽ തന്നെ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദി എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി എക്സെട്ര എക്സെട്ര. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ്, ബ്രാഞ്ചസ് ക്യാൻ ബി എയ്തർ ഇൻലാൻഡ് ഓർ ഫോറിൻ. ബ്രാഞ്ച് ചിലപ്പം ഇൻലാൻഡ് ബ്രാഞ്ച് ആവാം അല്ലെങ്കിൽ ഫോറിൻ ബ്രാഞ്ച് ആവാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഷാൽ ഓൺലി ബി ഇൻലാൻഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഒരു സെപ്പറേറ്റ് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ജോഗ്രഫിക്കലി സെപ്പറേറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇൻലാൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാഞ്ചസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. Now let us see the difference between branch accounts and department accounts. In the case of branch accounts,
dependent branches, all accounts are kept at the head office. Whereas in the case of departmental accounting, all accounts are kept at one place and the final accounts are prepared accordingly. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ കേസിലാണെങ്കിൽ അക്കൗണ്ടുകളെല്ലാം തന്നെ എന്താ അല്ല ഇൻഡിപെൻഡൻ്റ് അല്ല ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിലാണെങ്കിൽ അക്കൗണ്ട്സ് ആർ കെപ്റ്റ് അറ്റ് ദി ഹെഡ് ഓഫീസിലാണ് കെപ്റ്റ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ books are kept in one place and final accounts are prepared accordingly. And another important difference, there is no problem of allocation of common expenditure of branches because branches are geographically separated from each other. On the other hand, as the departments are not geographically separated from each other, there is always the problem of common allocation of common expenditure. Common expenditure allocate ചെയ്യുന്നതിൽ ഒരു പ്രോബ്ലം നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിങ്ങിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ബിക്കോസ് അത് ജോഗ്രഫിക്കലി സെപ്പറേറ്റഡ് അല്ല എന്നുള്ള കാരണത്താലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, in the case of branch accounting, branch is maintaining independent accounting records. Adjustments and reconciliation are required. അതായത് ഇൻഡിപെൻഡന്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഉണ്ടാവാം, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവാം, റീകൺസിലിയേഷൻ ഒക്കെ നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ട്സ് the question of adjustment and reconciliation of accounts does not arise because books of accounts are kept at one place and final accounts are prepared accordingly. That's all for the class of today. Now we are going to wind up the class. Stay home, stay safe. Thank you.